നമ്മുടെ വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ വിശ്വാസവും ബുദ്ധിയും എന്ന സബ്ജക്റ്റാണ്. 43-ാമത്തെ പേജിൽ 156-ാമത്തെ ഖണ്ഡികയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ 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 പ്രധാനപ്പെട്ട ഒരു ബോധ്യമാണിത്. ഒരുപക്ഷെ നമ്മളെ വളരെ സഹായിക്കുകയും നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട വലിയ ഒരു വിവേചനമാണിത്. വിവേചനം, ഡിസേൺമെൻറ്റ്. അതിൻ്റെ ആദ്യ ഭാഗം അല്പം ഒന്നുകൂടി പറയുകയാണ്. സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു എന്ന വസ്തുതയല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊരു വിഷയമാണ്. എന്നാൽ അതല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യുത അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കുവാനോ വഞ്ചിക്കപ്പെടുവാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവിക സത്യങ്ങൾ, പ്രബോധനങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ പ്രോസസ്സ്, ആ വിശ്വസിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ബോധ്യത്തിലും നമ്മുടെ മനസ്സിലും അതാഴമായി പതിയുന്നത് ആ വെളിപാട് മനസ്സിലാക്കുന്നത് കൊണ്ട് സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സുഗ്രാഹ്യമായി കാണപ്പെടുന്നു. നമുക്കത് മനസ്സിലായി. എന്നാൽ അത് നമുക്ക് നമ്മുടെ സ്വാഭാവിക ബുദ്ധിയിലും മനസ്സിലും മനസ്സിലായി എന്നതുകൊണ്ടല്ല നമ്മളത് വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു ശക്തി അതിലൂടെ പ്രസരിക്കുന്നുണ്ട്. അതെന്താണത്? അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കാനാകാത്തതും വഞ്ചിക്കപ്പെടാനാകാത്തതുമായ ആധികാരികതയുടെ അടിസ്ഥാനമാണ് നാം വിശ്വസിക്കുന്നത്. ഒരു പ്രബോധനം ആധികാരികമായ പ്രബോധനമാകുമ്പോൾ, ആധികാരികത എന്ന് പറയുന്നതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഈശോ തന്നെ ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ച് യഹൂദർ വിസ്മയിച്ചപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ കിട്ടി. യോഹന്നാൻ 7:16-15 പറയുന്നതാണ്, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല. കണ്ടോ, ആധികാരികത. ഈശോ തന്നെ ആധികാരികത എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എന്നെ അയച്ചവൻ്റേതത്രയും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു രഹസ്യം, ഈ ബൈബിള് മുഴുവനിലും നോക്കുമ്പോൾ പ്രബോധനം, യഥാർത്ഥ പ്രബോധനം വരുന്നത് യേശുവിലൂടെ മാത്രമാണ്. അതാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. പൂർവ്വകാലങ്ങളിൽ കണ്ടോ, പ്രവാചകന്മാർ വഴി. അത് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇൻ ഏർലിയർ ടൈം ഗോഡ് സ്പോക്ക് ത്രൂ പ്രോഫറ്റ്സ് പാർഷ്യലി എന്നാണ്. പാർഷ്യലി, ഭാഗികമായി സംസാരിച്ചു. എന്നാൽ ഈ അവസാന കാലഘട്ടങ്ങളിൽ ദൈവം, എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നിന്ന് നമ്മോട് സംസാരിച്ചു. അപ്പോൾ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ. അപ്പോൾ ഈ അവസാന നാളുകളിൽ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നു. അതാണ് മത്തായി 5-ാം അധ്യായം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ, വളരെ പ്രധാന ഒരു ഘടകമാണിത്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു
ആരാണ് യേശു? ദൈവം തന്നെ. മലമുകളിലേക്ക് കയറി, മലയിലേക്ക് കയറി അവൻ ഇരുന്നു. അതാ സീറ്റാണ്, സീറ്റ് ഓഫ് ടീച്ചിങ് അതോറിറ്റിയുടെ ഇരിപ്പിടം. അവിടെ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതൊരു ഹിസ്റ്റോറിക്കൽ എവൻ്റാണ്. അങ്ങ് ആകാശത്തിലിരിക്കുന്നു ദൈവം എന്ന് ചിന്തിക്കുന്ന ആ ദൈവം, സർവാധിപനായ ദൈവം, സൃഷ്ടാവായ ദൈവം മനുഷ്യനായി മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നു. അതാണ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പഠനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ പഠനം, ഇത്തരത്തിലുള്ളൊരു പഠനം, ആധികാരികമായ പഠനം, അതിൻ്റെ അവസാനത്തിൽ മത്തായി 5, 6, 7 അവസാനത്തിൽ യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ, അതായത് ഈ 3 അധ്യായവും പ്രബോധനമാണ്. ഇവിടെ പ്രാക്ടിക്കലായിട്ടൊന്നും നടക്കുന്നില്ല, മുഴുവൻ പ്രബോധനമാണ്. അത് കഴിഞ്ഞ് 8, 9, 10 മുഴുവനും പ്രാക്ടിക്കലാണ് കേട്ടോ. 8-ാം അധ്യായത്തിൽ ആരംഭം തന്നെ ഈശോ മലമുകളിൽ താഴോട്ട് വരുമ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്നു കണ്ടോ, അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അടയാളങ്ങളിലൂടെ. അതാണ് നമുക്ക് ഇവിടെ അടുത്ത് പഠിക്കാനുള്ളത്. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. കണ്ടോ, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ പ്രബോധനം കേൾക്കുമ്പോൾ അതിൻ്റെ ആധികാരികതയിൽ നിന്നും അവർക്ക് കാര്യം മനസ്സിലാവുന്നു. എന്ത് മനസ്സിലായി? ഇവൻ നമ്മുടെ നിയമജ്ഞരെ പോലെ അല്ല. അതാണ് ഈ നിയമജ്ഞർ പഠിപ്പിച്ചതെല്ലാം പ്രവാചകന്മാരിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. അതാണ് പഴയ നിയമവും പുതിയ നിയമത്തിൻ്റെയും ഒരു വിഷയം. ഈ കാര്യങ്ങളെല്ലാം പഴയ നിയമത്തിലുണ്ട്. എന്നാൽ അത് ഇപ്പോൾ ദൈവം തന്നെ നേരിട്ട് വന്ന് പഠിപ്പിക്കുന്നു. അവരുടെ നിയമജ്ഞരെ പോലെ അല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഇതാണ് സഭയുടെ പ്രബോധനാധികാരം. ഇവിടെ എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു വചനം അപ്പസ്തോല പ്രവർത്തനം. പെന്തക്കോസ്ത കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? പെന്തക്കോസ്ത കഴിഞ്ഞ് സഭ ആരംഭിച്ചു. സഭ ആരംഭിച്ചപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു തത്വം? എങ്ങനെയാണ് അവർ ആരംഭിച്ചത്? 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത ഉണ്ടായി. എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ അത്യത്ഭുതകരമായ രീതിയിൽ 3000-ഓളം പേര് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. എന്തോരു ഉദ്ഘാടനമാണ്! അതിനുശേഷം അടുത്ത ദിവസം അവരെന്ത് ചെയ്തു? അടുത്ത ദിവസങ്ങളിൽ അവരെന്ത് ചെയ്തു? അവരെങ്ങനെയാണ് ആരംഭിച്ചത്? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ വചനം. അതിന് മുമ്പത്തെ കേട്ടോ, അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. സഭ. ഇനി അവരെങ്ങനെയാണ് ആരംഭിച്ചത്? അവർ ആദ്യം എന്താ ചെയ്തത്? അപ്പസ്തോലന്മാരുടെ പ്രബോധനം. കണ്ടോ, അതാണ് ഫസ്റ്റ്. അപ്പസ്തോലന്മാർ, 4 കാര്യങ്ങളാണ് ഇവിടെ. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർത്തു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ സ്ഥായിയായിട്ടൊരു ഘടകം എന്താ? പ്രബോധനം. അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്നിവിടെ പറയുമ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ അപ്പസ്തോലന്മാരുടെ കൂടെ ഇരുന്നപ്പോൾ
40 ദിവസം അപ്പസ്തോലന്മാരുടെ കൂടെ ഈശോ ഇരുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 3-ാമത്തെ വചനം. പീഠാനുഭവത്തിന് ശേഷം, അതായത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അവിടെ മലമുകളിൽ പഠിപ്പിച്ചതോ ഇവിടെ ആ പീഡ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനായി അവരുടെ ഇടയിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. മരിച്ചാളി. അപ്പോൾ ഇതെല്ലാം ഇനി അടുത്ത വാക്യങ്ങളിൽ നമുക്ക് റെഫറൻസ് ഉള്ളതാണ്. അപ്പോൾ ആ അപ്പസ്തോലന്മാരോട് അവൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇനി അപ്പസ്തോലന്മാർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. അതാണ് ഓറൽ ട്രഡീഷൻ. അതാണ് അതിൽ കുറച്ച് കാര്യങ്ങളെ പിന്നീട് ഈ സുവിശേഷമായിട്ട് എഴുതിയിട്ടുള്ളൂ, എല്ലാം എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് തർക്കങ്ങളും ചിന്തകളും സംവാദങ്ങളും ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സംവാദത്തിൽ അല്ലെങ്കിൽ ഒരു തർക്കമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഡിസ്കഷൻ, ഒരു സംവാദത്തിൽ നമ്മൾ ഏത് അടിസ്ഥാനത്തിലാണ് നീങ്ങേണ്ടത്? നമ്മൾ നീങ്ങേണ്ടത് സഭയുടെ ആധികാരിക പ്രബോധനത്തിലാണ് നീങ്ങേണ്ടത്. എനിക്കൊരു തർക്കവുമില്ല. കാരണം ഞാൻ പഠിച്ചിരിക്കുന്നത്, പറയുന്നതും കേൾക്കുന്നതും എൻ്റേതല്ല, സഭയുടെ ആധികാരികമായ പ്രബോധനമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷവും ആവേശവുമാണ്. എനിക്ക് ബുദ്ധിക്കും ബോധ്യത്തിനും മനസ്സിലായതിലൂടെ മാത്രമല്ല, ഓരോന്നിലും ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ വത്തിക്കാൻ കൗൺസിലിൽ അല്ലെങ്കിൽ ഇന്ന പോലെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ, മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ, കറ്റേന ഔറയായിൽ സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ പറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മളെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. നമ്മൾ പഠിക്കണം, കഷ്ടപ്പെടണം ഇരുന്ന് പഠിക്കണം. പഠിക്കുമ്പോൾ കൈ കിട്ടിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയരുത്. പിതാക്കന്മാരുടെ പ്രബോധനം തന്നെ അൺഓഥറൈസ്ഡായിട്ട് പലരും കോട്ട് ചെയ്യുന്നുണ്ട്. അൺഓഥറൈസ്ഡായിട്ട് കോട്ട് ചെയ്യാം. അപ്പോൾ പിതാക്കന്മാരങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് ആധികാരികമായ റെഫറൻസോട് കൂടി ആയിരിക്കണം. അതിനാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഇന്ന പിതാവ് ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത് ആധികാരികമാകുന്നത്. ഒരുപാട് ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട്, അതിനൊരു ആധികാരികതയുമില്ല. അപ്പോൾ കത്തോലിക്ക സഭയിൽ ആധികാരികത എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രപരമായും സഭയുടെ ചരിത്രപരമായുള്ള ആധികാരികത അത് പകരുന്നത് ഇംപ്രിമാത്തൂറിലൂടെയാണ്. അത് ഏതെങ്കിലും ഒരു ബിഷപ്പിൻ്റെ ആധികാരികമായ മുദ്ര അതിനുണ്ടാകണം. എങ്കിൽ മാത്രമേ അതിന് ആധികാരികതയുള്ളൂ. അങ്ങനെ മാർപ്പാപ്പ തന്നെ ആധികാരികമായി പുറപ്പെടുവിച്ചിട്ടുള്ള പ്രബോധന രേഖകളാണ്. ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സുവിശേഷത്തിൻ്റെ ആനന്ദം, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി
ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റിട്ട് ആദ്യം തന്നെ ഇറക്കിയത് ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന ഈ പ്രബോധന രേഖയാണ്. അതിൽ പറയുകയാണ് ആദ്യത്തെ പാരഗ്രാഫിൽ, ഈ ഉദ്ബോധനത്തിൽ കണ്ടോ, ആദ്യം പറയാം, ഈ ഉദ്ബോധനത്തിൽ വരും വർഷങ്ങളിലെ സഭയുടെ പ്രയാണത്തിന് പുതിയ പന്ഥാവുകൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ഈ ആനന്ദത്തിൽ, സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ മുദ്രിതമായ സുവിശേഷവത്കരണത്തിൻ്റെ ഒരു നൂതന അധ്യായം സമാരംഭിക്കുന്നതിന് ക്രിസ്തീയ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം ആനന്ദം നൽകുന്നതാണ്, സമാധാനത്തിൻ്റെ സുവിശേഷമാണ്. ആരെയും ഭയപ്പെടുത്തുന്നതോ പിശാചെല്ലാം നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് ആരെ നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതോ അല്ല സുവിശേഷം. അത് ആധികാരികമായ പ്രബോധനമല്ല. ആധികാരികമായ പ്രബോധനം സുവിശേഷം ആനന്ദം നൽകുന്നു എന്നതാണ്. ആനന്ദം, സമാധാനം പണ്ടേ മുതൽ അതാണ്. മലാഖ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, സകല ജനത്തിനും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു കേട്ടോ. മലാഖ ആട്ടിടയന്മാരോട് പറഞ്ഞത് എന്താ? സകല ജനത്തിനും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു. അപ്പോൾ സദ്വാർത്ത ആധികാരികമായി പറയുമ്പോൾ അത് ആനന്ദവും സമാധാനവുമാണ്. അത് ആരെയും ഭയപ്പെടുത്തി മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ഉള്ളത് അല്ല. അപ്പോൾ ഈ പ്രബോധനം 2013 ഇറങ്ങിയതാണ്. 2013 ഇത് എത്ര പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ട്? ഇത് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ പുസ്തകം സുവിശേഷത്തിൻ്റെ ആനന്ദം, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരമേറ്റിട്ട് ആദ്യത്തെ പ്രബോധനമാണ് സുവിശേഷത്തിൻ്റെ. ഇത് മനുഷ്യർ, നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ട ഒരു പ്രബോധനമാണ്. ഇത് വിശ്വാസികൾക്കായിട്ടാണ്. ഇന്നത്തെ ലോകത്തിലെ സുവിശേഷ പ്രഘോഷത്തെക്കുറിച്ച് മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും അൽമായ വിശ്വാസികൾക്കുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനം. അപ്പോൾ ഇത് റിയൽ ഓതൻറ്റിക് ടീച്ചിങ് ആണ്. ഇതാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം, ആധികാരിക പ്രബോധനം. ഇടയൻ എന്നുള്ള നിലയിൽ മാർപ്പാപ്പയുടെ ദൈവം കൊടുത്തിരിക്കുന്ന ആധികാരികമായിട്ട് നടന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾ കൈവശമില്ലാത്തവർ അത് അന്വേഷിച്ച് കൈവശപ്പെടുത്തി, അത് പുസ്തകം വാങ്ങിക്കാൻ കിട്ടും, POCയിൽ കിട്ടും, സെൻറ്റ് പോൾസിലെല്ലാം കിട്ടും. അപ്പം ഇതെല്ലാം ഞാൻ പറയുന്നതിൻ്റെ വലിയ രഹസ്യം, ഇത് വായിച്ച് പഠിക്കുമ്പോൾ ഈശോ പറഞ്ഞ പോലെ എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റേതാണ്. ആ അയച്ചവൻ്റെ ആത്മാവുമായിട്ട്, ആ അയച്ചവൻ്റെ ആധികാരികതയുമായിട്ട് നമ്മളങ്ങ് സമന്വയിക്കപ്പെടും. അതാണ്, അങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുന്നത്. നമ്മൾ ഓരോരുത്തരും വളരെയധികം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മളിപ്പോൾ 60 വയസ്സായവരുണ്ടാകാം. 60 വയസ്സ് നമ്മൾ കേട്ടേക്കണത് പലരും പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. എത്ര പേര് മാർപ്പാപ്പ പറഞ്ഞേക്കണതും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും വാസ്തവത്തിൽ കേട്ടിട്ടുണ്ട്? വളരെ ചുരുക്കമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസം വളരാത്തതും നമ്മുടെ ജീവിതത്തിൽ ഭയാനകമായ അവസ്ഥകളും. അപ്പോൾ നമ്മൾ അതിനെ കടത്തിവെട്ടണം. ആ വെല്ലുവിളി നമ്മൾ സ്വീകരിക്കണം. നമ്മൾ അവരും ഇവരും പറഞ്ഞത് വിശ്വസിക്കുകയല്ല, സഭയുടെ ഒരു റെഫറൻസോടുകൂടി, ആധികാരികതയോടുകൂടി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിൽ ഭയങ്കര ആനന്ദം, സന്തോഷം.
ഇതുണ്ട് എല്ലാം സുവിശേഷത്തിൻ്റെ ആനന്ദം, ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്നേഹത്തിൻ്റെ ആനന്ദം. 3 പ്രമാണരേഖകളാണ്. 3ൻ്റെ പേര് കേട്ടോ. അതേ സമയത്ത് നമ്മളെ ഭയത്തിലേക്കും നമ്മളെ എന്താ പറയുക പലതരത്തിലുള്ള ഭയത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രബോധനങ്ങളാണ് ഒരുപാട് സ്ഥലത്ത് നിറഞ്ഞു കിടക്കുന്നത്. അതും പല പുസ്തകങ്ങളിൽ നിന്നാണ് വായിച്ച് കേൾപ്പിക്കുന്നത്. ഇവിടെ ഈ ആനന്ദിച്ചാഹ്ലാദിക്കൂ എന്നുള്ള പ്രബോധനത്തിൽ മാർപ്പാപ്പ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു വിശുദ്ധനും സുവിശേഷത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. മനസ്സിലായ? ഇപ്പം നമ്മളിപ്പോൾ ഒരു വിശുദ്ധനെ ഉദ്ധരിക്കുമ്പോൾ ആ വിശുദ്ധൻ ഈ സുവിശേഷത്തിൻ്റെ ഈശോ നൽകിയ സുവിശേഷത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയണമെന്നില്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതിൽ സഭ തന്നെ ആധികാരികത കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എടുക്കാനുള്ളൂ. അത് വളരെ പ്രധാന പോയിൻ്റാണ്. ഇപ്പോൾ മദർ തെരേസയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഒരു ഫീൽഡാണ്, വളരെ ചെറിയൊരു ഫീൽഡാണ്, എന്നാൽ അത് തന്നെ വളരെ വലിയ കാര്യമാണ്. മദർ തെരേസ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമാണ്, ഈ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെല്ലാം യേശു തന്നെയാണ്. ഈ കുഷ്ഠരോഗി മറ്റൊരു യേശുവാണ്. ഈ വഴിയരിയിൽ ചീഞ്ഞു കിടക്കുന്ന ആള് ഒരു യേശുവാണ്. കാരണം ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ കണ്ടു, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ നഗ്നനായപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചു. ഈ ഒറ്റ പോയിൻ്റാണ് ഈ മദർ തെരേസ എന്ന വലിയ പ്രസ്ഥാനത്തിനെ വളർത്തിയത്. ബാക്കി സുവിശേഷത്തിൽ എന്തോരം കാര്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്ന പോലെ ഓരോ വിശുദ്ധനും ഈശോ പറഞ്ഞ വെളിപാടുകളുടെ ഒരു ചെറിയ ഭാഗമേ അവരെ വലിയ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. എല്ലാവർക്കും ഓരോരുത്തർക്കും എല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓരോരുത്തരിലും ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളുടെ ആധികാരികത സഭ എടുത്ത് പറയുന്നതാണ് എടുക്കേണ്ടത്. ഇപ്പോൾ കറ്റനാവറയായിൽ ഈ സഭാപിതാക്കന്മാർ പറഞ്ഞു എന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ തോമസ് അക്വീനാസ് എടുത്തു പറയുന്നതുകൊണ്ടാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് അതിനെ പരിശോധിച്ച് അതിൻ്റെ ആധികാരികത കാരണം ഈ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അന്നത്തെ കാലത്ത് ആരും റെക്കോർഡ് ചെയ്തിട്ടോ ഇതേമാതിരി വീഡിയോ പിടിച്ചിട്ടോ ഓഡിയോ പിടിച്ചിട്ടോ ഒന്നും വെച്ചിട്ടില്ല. അവിടെ കേട്ടിരുന്നവർ ചിലവർ എഴുതിയിരിക്കുന്നതായിരിക്കാം. അവർ ഒഫീഷ്യലായിട്ട് അവർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ പറയുന്ന കാര്യം കറക്റ്റായിരിക്കാം. മറ്റൊരുപാട് കാര്യങ്ങൾ അഗസ്തീനോസ് പറഞ്ഞു, ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞാൽ അതിന് ആധികാരികതയില്ല. ആധികാരികത ഉണ്ടാകുന്നത് അത് സഭയുടെ പ്രബോധനത്തിൽ വരുമ്പോഴാണ്. അതുപോലെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഓരോന്നും കൊടുത്തിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ട്. ഇതുണ്ട് ഇവിടെ സെൻറ്റ് തോമസ് അക്വീനാസ് ഉണ്ടോ 155 വിശ്വസിക്കുക എന്നത് കൃപാവരം മുഖേന ദൈവത്താൽ ഉത്തേജിതമായ ഇച്ഛാശക്തിയുടെ ആജ്ഞാനുസാരം ദൈവിക സത്യത്തിന് സമ്മതമരുളുന്ന ബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ്. ഇത് വിശുദ്ധ തോമസ് അക്വീനാസ് നൽകിയിരിക്കുന്ന ഒരു പ്രബോധനമാണെന്നത് അത് ഒറിജിനൽ ഒരുപക്ഷെ ലത്തീനിൽ എഴുതിയിരിക്കുന്നതായിരിക്കാം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായിരിക്കാം, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് എത്രത്തോളം കൃത്യമായിട്ടുണ്ടെന്ന് ഒരു ബിഷപ്പ് വായിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഒരു ബിഷപ്പ് ഇതിനകത്ത് അപ്രൂവൽ തന്നിരിക്കുന്നത്.
അതാണ് ഈ മതബോധന ഗ്രന്ഥം ഇറങ്ങാൻ ഉണ്ടായ വൈകിയ ഒരു കാരണം ഇതാണ്. ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് റോമിലേക്ക് അയച്ചു. റോമിൽ നിന്ന് അത് കേരളത്തിലെ പ്രഗത്ഭനായ ഭാഷയിലും ഇതിലെല്ലാം പ്രഗത്ഭനായ ചില ബിഷപ്പ്മാർക്ക് അയച്ചു. ബിഷപ്പുമാരത് വെരിഫൈ ചെയ്താൽ മാത്രമേ പുസ്തകമാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ബിഷപ്പുമാർ എന്തോരം ബിസിയാണ്. അവർ ഇതോരോന്നും വായിച്ച് വെരിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്തോരം സമയമെടുത്തുള്ള കാര്യമാണ്. ഇതൊക്കെ ഞാനതിന് പുറകെ നടന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ വാക്യത്തിൻ്റെ നേരെ താഴെ കൊടുത്തിരിക്കുകയാണ് 27 നമ്പർ സെൻറ്റ് തോമസ് അക്യൂനാസ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് പറയല്ല ചെയ്യണേ. സെൻറ്റ് തോമസ് അക്യൂനാസ് ചുമ്മാ പറയല്ല ചെയ്തേ. സെൻറ്റ് തോമസ് അക്യൂനാസ് സുമ്മാ തിയോളജിയിൽ 2-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2:9 കണ്ടോ. മാത്രമല്ല അത് വത്തിക്കാൻ സഭയിലെ ഇന്നർ ഡോക്യുമെൻറ്റിൽ ഡയഫിലീസ് 3-ാമതിൽ ഇതിൽ കോട്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നമുക്കിപ്പോൾ പോയിട്ട് സുമ്മാ തിയോളജിയിൽ അത് നോക്കിയാൽ ഇത് കാണുമോടെ ക്ലിയർ. അപ്പോൾ അത്രത്തോളം അതിൽ കൃത്യത ഉണ്ടായിരിക്കണം. അത് എവിടെ നിന്ന് എടുത്തു, ഇന്ന പിതാവ് എവിടെ വെച്ച് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അതിനകത്ത് വ്യക്തമാക്കണം. ഇനി നമ്മൾ തുടരുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ അടുത്ത വശം. ഇങ്ങനെ ആധികാരികതയെല്ലാം ഉണ്ടെങ്കിൽ പോലും അതിനെ ചില തെളിവുകൾ കൂടി തരികയാണ്. അതാണ് അടുത്ത് 156-ാം അധ്യായത്തിൻ്റെ മധ്യത്തിൽ. ഇപ്പം നമ്മൾ മനസ്സിലാക്കി ആധികാരികയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ആധികാരികയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെയാണെങ്കിലും അടുത്ത് വളരെ ശക്തമായൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസ വിധേയത്വം യുക്തിക്ക് അനുസൃതമായിരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങൾക്കൊപ്പം. അപ്പോൾ ഒന്ന് ആധികാരികമത, ആ ആധികാരികത നമ്മുടെ വിശ്വാസത്തിലേക്ക് കൃത്യമാണ്. കറക്റ്റ്, അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. കറക്റ്റ്, ഈശോ പറഞ്ഞത് ഇതാണ്. വിശ്വാസമായി പോരാ, അതും പോരാ. ഇങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസ വിധേയത്വം യുക്തിക്ക് അനുസൃതമായിരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങൾക്കൊപ്പം. അപ്പോൾ ഇത് തന്നെ നമ്മുടെ യുക്തിയിൽ അത് കൺഫേം ആക്കണം, അത് മുറുക്കെ പിടിക്കണത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടാണ്. കാരണം ഈ ആധികാരിക പ്രബോധനത്തിന് ആധികാരികത്വമെല്ലാം നൽകുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും ആ പ്രബോധനത്തിന് വിധേയപ്പെടാൻ ഉള്ള എളിമപ്പെടുത്തൽ നൽകുന്നു. അവിടെയാണ് പരിശുദ്ധാത്മാവ്. ഞാൻ എല്ലാ ദിവസവും ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവേ, നമ്മൾ വളരെ ബോധ്യത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും പണ്ടും പരിശുദ്ധാത്മാവ് എല്ലാം വായിക്കണേ, പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടി, പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടി, പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടി, അങ്ങനെ ചുമ്മാ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടി ക്ലാസ് തുടങ്ങുകയല്ല. നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ബുദ്ധിയിലും ബോധ്യത്തിലും യുക്തിയിലും ബോധ്യപ്പെടുത്തി തരണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ഇതെല്ലാം ഞാനിത് പറയണത് ഇപ്പം സെമിനാരിയിലായാലും മഠങ്ങളിലായാലും നമ്മുടെ വീടുകളിലായാലും ബൈബിൾ വായിക്കുന്നതിന് മുമ്പും കൊന്ത ചെല്ലണതിന് മുമ്പ് പോലും പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുന്നുണ്ട്. പക്ഷേ അത് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടണം. എന്തിനാ പാടണേ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വിവരിക്കണം. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടണേ? മതബോധന കളരിയിൽ കാറ്റഗിസം പഠിക്കുന്ന സമയത്തും കാറ്റഗിസം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിയിട്ട് വേണം തുടങ്ങാൻ. എന്തിനാണത്?
അപ്പോൾ അത് നമുക്ക് ബോധ്യമുണ്ടാകണം. പരിശുദ്ധാത്മാവാണ് നമ്മൾ ഈ വായിക്കാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന പ്രബോധനത്തിൻ്റെ ആധികാരികതയുടെ ഏറ്റവും പ്രധാന തുടക്കം. ആ പരിശുദ്ധാത്മാവ് തന്നെ വിശ്വാസികളായ ശിഷ്യന്മാരായ നമ്മളിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയിലും ബോധ്യത്തിലും പ്രസരിച്ച് നമ്മൾക്കൊരു വിധേയത്വം നൽകണം. വിധേയത്വം, ഈ ആധികാരികതയ്ക്ക് ഞാൻ വിധേയപ്പെടുന്നു. അല്ലെങ്കിൽ നമുക്ക് അകത്തൊരു കല്ലുകടി ഉണ്ടാവും. അതെങ്ങനെയാണ് ശരിയാവണേ? ഞാൻ ഇത്രയും നേരം അങ്ങനെയല്ല പഠിച്ചേക്കണത്, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെയല്ലേ പഠിച്ചേക്കണത്, ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അതെങ്ങനെ സമ്മതിക്കണേ? കണ്ടോ, അവിടെ ഒരു കോൺഫ്ലിക്റ്റ്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകണം. ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവേ, കുഞ്ഞുനാൾ മുതലേ ഞാൻ പഠിച്ചേക്കണത് ഇതല്ലല്ലോ, ഏതാ ശരി? അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും, മോനെ ഇതാണ് ശരി, കാരണം ഇതാണ് ആധികാരിക പ്രബോധനം. കുഞ്ഞുനാളിൽ നീ പഠിച്ചത് ഒരുപക്ഷെ അന്ന് നിനക്കിത് പഠിക്കാനുള്ള അറിവില്ലായിരിക്കാം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ താനേ അസ്തമിക്കും. നീ 1-ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമല്ല 10-ാം ക്ലാസ്സിൽ പഠിക്കണേ. 1-ാം ക്ലാസ്സിൽ നമ്മൾ സ്ലേറ്റിൽ ചോക്ക് കൊണ്ട് എഴുതി, ഒരുതരം ചോക്ക് പെൻസിലും കൊണ്ട് എഴുതിയാ പഠിച്ചത്. അത് കഴിഞ്ഞ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ആയപ്പോഴേക്കും സ്ലേറ്റും ചോക്ക് പെൻസിലും ഒക്കെ ഭയങ്കര പഴയ കാര്യമായി മാറി. നമ്മൾ പുസ്തകവും പെൻസിലുമായി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ പുസ്തകവും പേനയുമായി. കണ്ടോ, അങ്ങനെയാണ് നമ്മൾ വളർന്നത്. എന്ന പോലെ തന്നെ ഈ വിശ്വാസ പഠനത്തിന് മുൻപ് പഠിച്ചതിൽ നിന്നും പൂർണ്ണമായത് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ വിധേയത്വം നമ്മൾക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. വിധേയത്വം എന്നുള്ളത് വലിയൊരു പോയിൻ്റാണ്. ഇപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾക്ക് നമ്മളങ്ങ് വിധേയപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം മറ്റൊന്നാണ്. അതിനങ്ങ് വിധേയപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമായി. കാരണം മിടുക്കൻ, ഇവനെ എൻ്റെ ടീമിൽ ചേർക്കാം. കാരണം അവൻ എന്നോട് എതിർക്കില്ല. അതെന്താ പരിശുദ്ധാത്മാവെ അങ്ങനെ പറയണേ? ഞങ്ങളിങ്ങനെയല്ലേ പഠിച്ചേക്കണേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമ്മൾ തല്ലുപിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വിധേയപ്പെടണം. ഈ വലിയ ഒരു വാക്കാണത്, പ്രധാനപ്പെട്ടൊരു വാക്കാണ് വിധേയത്വം. കണ്ടോ, ഇങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസം ആർഗ്യുമെൻ്റ് ചെയ്ത് മല്ലടിക്കണ ഒരു പരിപാടിയല്ല അത്. ആധികാരികതയ്ക്കും പരിശുദ്ധാത്മാവിനും വിധേയപ്പെടണം. യുക്തി കൊണ്ട് തന്നെ, യുക്തിപൂർവം. അത് യുക്തിയില്ലാത്തൊരു കാര്യമല്ല. യുക്തിയിലൂടെ തന്നെ വിധേയപ്പെടണം. അത് യുക്തിയുടെ തന്നെ പ്രവർത്തനമാണ്. യുക്തിക്ക് അനുസൃതമായിരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങൾക്കൊപ്പം. അപ്പോൾ ആ വിധേയപ്പെടൽ യുക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ, ഈശോ തന്നെ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതൊരു മനസ്സിലാക്കലാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ യുക്തിയിൽ, നമ്മുടെ യുക്തിയിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ. ആന്തരിക സഹായങ്ങൾക്കൊപ്പം ഇനി തുടർന്ന് ദൈവാവിഷ്കരണത്തിൻ്റെ ബാഹ്യമായ തെളിവുകളും ഉണ്ടായിരിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അതാണ്. അപ്പോൾ ഈ യുക്തിയിൽ മനസ്സിലായാൽ അത് കൂടാതെ കുറേയും കൂടി ശക്തമാക്കുന്ന ബാഹ്യമായ തെളിവുകൾ, അതാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും. ക്രിസ്തുവിൻ്റെ വിശുദ്ധരുടെയും അത്ഭുതങ്ങളും പ്രവചനങ്ങളും സഭയുടെ വളർച്ചയും വിശുദ്ധിയും അവരുടെ ബലപുഷ്ടിയും സ്ഥിരതയും
ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും ഉറപ്പുള്ളവയും സർവരുടെയും ബുദ്ധിക്ക് ഇണങ്ങുന്നതുമായ അടയാളങ്ങളാണ്. ഉദാഹരണത്തിന് ഒരെണ്ണം ഇപ്പം നമുക്ക് എടുക്കാം. ഒരെണ്ണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിൻ്റെ വീട്ടിൽ വെച്ച് ലാസർ മരിച്ചു. ലാസർ മരിച്ചത് കർത്താവ് ഈശോ മിശിഹാ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അല്ലയോ? ഈശോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ലാസർ. ലാസർ മരിച്ചു. ലാസർ രോഗിയായിരുന്നപ്പോൾ പെങ്ങന്മാർ ആളെ അയച്ചു. ഈശോ വന്നില്ല. ലാസർ മരിക്കാൻ കാത്തിരുന്നു, മരിച്ചു, എന്നിട്ടും വന്നില്ല. അടക്കി 3 ദിവസമായിട്ടും വന്നില്ല. 4-ാം ദിവസം ആൾ വന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇതൊരടയാളമാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കണ്ടോ 38, യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതിൽ ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ല് വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ച ആളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ് കേട്ടോ. 3-ാം ദിവസം കഴിഞ്ഞാൽ ശരീരം അഴുകാൻ ആരംഭിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കണ്ടോ, അവൾ വിശ്വാസത്തിൽ വിധേയപ്പെട്ടായിരുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് ഈശോ പറഞ്ഞത് അവൾ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ കാര്യത്തോടടുത്തപ്പോൾ അവൾ പറയാണ്, ഇപ്പൊ 4-ാം ദിവസമായി, മരിച്ച് ചീഞ്ഞു തുടങ്ങിയിരിക്കണു. അപ്പോൾ ഈശോ കണ്ടോ, ഇവിടെ അവളുടെ ബുദ്ധിക്ക് വിധേയപ്പെട്ട കാര്യം തന്നെ സാഹചര്യം നോക്കുമ്പോൾ ഈ എൻ്റെ സഹോദരൻ മരിച്ച ആൾക്കാർ കൊണ്ടുപോയി അടക്കി. ആധികാരികതയിലുള്ള വിധേയത്വവും ആ വിധേയത്വത്തെ നമ്മളിൽ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും, അതിനപ്പുറത്ത് കർത്താവ് തന്നെ അത് അടയാളത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവ് തന്നെ അതിന് അടയാളം തരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനു വേണ്ടിയാണ്. അതിന്നും ആവശ്യമാണ്. ഈശോ നൽകുന്ന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും നടക്കണം. അപ്പോഴാണ് യഥാർത്ഥമായി പ്രബോധനം നമ്മളിൽ അരക്കിട്ടുറപ്പിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.